ഹലോ ഡിയേഴ്സ്, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു മുട്ടപ്പത്തിരിയുടെ വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഉമ്മാമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഈ പത്തിരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. മിക്കവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ മുട്ടപ്പത്തിരി ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മധുര പലഹാരം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യമാണെന്ന് നോക്കാം. ഞാൻ ഒരു പത്തിരിക്ക് ഒരു മുട്ട എന്ന അളവിലാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഒരു മുട്ട നമുക്ക് ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇവിടെ 2 പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ബൗളിലായിട്ട് 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മുട്ടയിലേക്ക് 2 ടീസ്പൂൺ വീതം പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു നുള്ളി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ടയും പഞ്ചസാരയും ഒക്കെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2 പത്തിരി ഉണ്ടാക്കുന്ന അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു മാവ് തയ്യാറാക്കി എടുക്കണം. ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പിടാം. ഇനി ഒരു ടേബിൾ സ്പൂണ് ആട്ടപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഗോതമ്പ് പൊടി. ഇനി നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുറച്ച് അല്പം വെള്ളം ഒഴിച്ചിട്ട്, കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, നമ്മളൊന്ന് കട്ടിയായിട്ട് നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. കൂടുതൽ അയഞ്ഞു പോയാൽ നമ്മുടെ ഇത് എണ്ണയിലിടുമ്പോൾ എണ്ണ അതിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ 4 ഉരുളകളാക്കി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഓരോ ഉരുളയും എടുത്തിട്ട് ഒരല്പം ഗോതമ്പ് പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പൂരിയേക്കാളും ഒരല്പം വലിപ്പത്തിലാണ് ഞാനിത് ഓരോന്നും പരത്തിയെടുത്തിട്ടുള്ളത്. നിങ്ങൾ പരത്തുമ്പോൾ എന്തായാലും കുറച്ച് പൊടി ഇട്ടിട്ട് തന്നെ പരത്താൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും മുട്ടയൊക്കെ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ. അതുപോലെ 2 എണ്ണം ഒരേ വലിപ്പത്തിൽ നമ്മൾ പരത്തിയതിന് ശേഷം ഇതുപോലെ ഒന്നിന് മുകളിലായിട്ട് ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഒട്ടും മുട്ടയൊന്നും പുറത്തേക്ക് വരാത്ത വിധത്തിൽ നമ്മളിതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ മുട്ടപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ ഹോൾസൊക്കെ വന്നാൽ അതാകെ പുറത്തേക്ക് മുട്ടയൊക്കെ ഒഴുകി നമുക്ക് അത് ശരിക്കും ആയി കിട്ടൂല. ഇതുപോലെ ആക്കിയതിന് ശേഷം ഒരു ഭാഗം തുറന്ന് നമുക്ക് മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം വീണ്ടും നമ്മൾ ഇതുകൊണ്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമുക്ക് ഇതിൽ ഹോൾസ് ഒന്നും ഇല്ലാതെ നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ സാവധാനം നമുക്കിതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മുട്ടപ്പത്തിരി ഒന്ന് 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മിക്കവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും ഞാൻ ഇന്നിത് ഉണ്ടാക്കുന്നതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ നാടൻ ഡിഷസും വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിലുള്ള മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരും. ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ ആയാൽ നമുക്കിത് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ 2ാമത്തെ മുട്ടപ്പത്തിരി നമുക്ക് ചുട്ടെടുക്കാം. ഇനി നമ്മളിത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ ഒരു ഷുഗർ സിറപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ആ പഞ്ചസാര ഒന്ന് ഇതിലേക്ക് അലിയിച്ചെടുക്കാം. കൂടെ ഒരു നുള്ളി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ട്രഡീഷണൽ രീതിയിൽ തന്നെ കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഒഴിക്കുന്നത്. അഥവാ നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ
തേൻ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കഴിക്കാം. അല്ലെങ്കിൽ അല്പം മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും മുകളിലാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. പക്ഷെ ഞാൻ ഇവിടെ ആ പഴയ രീതിയിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതുപോലെ കാണിക്കുന്നത്. ഇനി ഇതുപോലെ നടുക്കൊരു കീറിട്ട് കൊടുത്ത് നമ്മുടെ ഷുഗർ സിറപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ളത് ഒഴിച്ചാൽ മതി. 1-2 ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിക്കാം. ചിലർക്ക് ഒരുപാട് മധുരം ഒഴിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർ അങ്ങനെ ഒഴിക്കാം. അല്ലാത്തവർ 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ച് നമുക്കിതുപോലെ കഴിക്കാം. അപ്പോൾ രുചികരമായ നമ്മുടെ പഴയ കാലത്തെ ഈ ഒരു മുട്ടപ്പത്തിരി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഷുഗർ സിറപ്പ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ചിട്ട് ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ വളരെ രുചികരമായ ഈ മുട്ടപ്പത്തിരി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.